ISLന്റെ ഏത് സീസൺ എടുത്താലും ആദ്യത്തെ 3-4 മത്സരങ്ങൾ കഴിയുമ്പോഴേക്കും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകൾ പരിശീലകരെ പുറത്താക്കും. ആ ട്രെൻഡ് ഇതാ പുതിയ ISL സീസണിൽ മാച്ച് വീക്ക് 3 കഴിയുമ്പോഴേക്കും എത്തിയിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാൾ അവരുടെ ആദ്യ 3 മത്സരങ്ങളിലെ തുടർതോൽവിയെ തുടർന്ന് സ്പാനിഷ് പരിശീലകൻ കാൾസ് ക്വാദ്രാത്തിനെ പുറത്താക്കിയിരിക്കുകയാണ്. മികച്ച ടീമായിട്ടും പരിശീലകനെ ഒന്നും ചെയ്യാനാവാത്ത സാഹചര്യത്തിൽ ക്വാദ്രാത്ത് തന്നെ സ്ഥാനമൊഴിയുകയായിരുന്നു. അതുപോലെ കുറെ നാളത്തെ വിടവിനു ശേഷം ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന് CEO വരാൻ പോവുകയാണ്. വിരണ്ടി സിൽവ, വരുൺ ത്രിപുനിയയ്ക്ക് ശേഷം കുറെ നാളത്തെ വിടവിനു ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന് പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വരുന്നത്. ക്ലബ് ഡയറക്ടർ നിഖിലിനു ശേഷം ക്ലബിന്റെ തീരുമാനങ്ങളിലും നീക്കങ്ങളിലും പ്രധാന ഇടപെടൽ CEOക്ക് ആയിരിക്കും. നിലവിൽ മുൻ ഒഡീഷ ഫുട്ബോൾ ഹെഡായ അഭിഷേക് ചാറ്റർജി ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ CEO ആകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒഡീഷ FCക്ക് മികച്ച നീക്കങ്ങൾ അദ്ദേഹത്തിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാത്തിരിക്കാം. അതുപോലെ ISL മാച്ച് വീക്ക് 3 അവസാനിക്കുമ്പോൾ ISL പുറത്തുവിട്ട മാച്ച് വീക്ക് 3 ടീം ഓഫ് ദി വീക്കിൽ ബ്ലാസ്റ്റേഴ്സ് താരം നോഹ് സദോവി ഇടം പിടിച്ചിരിക്കുകയാണ്. കൂടെ തന്നെ കേൽനൌ ടീം ഓഫ് ദി വീക്കിലും താരം ഇടം പിടിച്ചിട്ടുണ്ട്. താരത്തിന്റെ കഠിനാധ്വാനം തന്നെയാണ് അർഹിച്ച അംഗീകാരത്തിന് കാരണമായത്. കൂടെ തന്നെ ISL ഫാൻസ് ഗോൾ ഓഫ് ദി വീക്കിലും താരം ഇടം നേടിയിട്ടുണ്ട്. താരമാണ് 90% വോട്ടിലൂടെ മുന്നിലുള്ളത്. വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളവർ താരത്തിന് വോട്ട് ചെയ്ത് KBFC ഫാൻസ് പവർ കാണിക്കൂ. അതുപോലെ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരത്തിലും KBFC ഇലക്ട്രിക് പെർഫോമറും പ്ലെയർ ഓഫ് ദി മാച്ചായും മാറിയത് നോഹ് സദോവിയാണ്. കൂടാതെ മോസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ് പ്ലെയറായി മാറിയത് വിപിൻ ആയിരുന്നു. നിലവിൽ ബ്ലാസ്റ്റേഴ്സിലുള്ള മികച്ച 2 താരങ്ങൾക്കാണ് അർഹിച്ച അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. തുടർന്നും താരങ്ങൾക്ക് മികച്ച ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ